ടൈമിന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു സംഭവം പണി കിട്ടിയത്. ഈ വഴിയിലൂട്ട് വണ്ടി എടുത്തിട്ട് വരുന്നത് നിങ്ങൾ കാണണം. ഓഡിയൻസിലെ ആളാന്ന്, ഇത്രയും കാലം ജീവിച്ച ആളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ടായില്ല എനക്കോ. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും, ഈ വീടിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഞാൻ വീട് എടുക്കുന്നത് കേട്ടോ. ഞാൻ നിൽക്കാൻ പോകുന്ന വീട് അപ്പുറത്താണ് എടുക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ റോഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് കാണിച്ചു കൊടുത്താട്ടേതാ, അതിലൂട്ട റോഡാക്കിനേനും കണ്ട, അതിലൂട്ട വീട്ടിലേക്ക് അതിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അതിലൂടെ ഞാൻ വേറെ തന്നെ റോഡ് ഇങ്ങനെ വെഹിക്കിളുകളാക്കിനേനു. അപ്പോൾ സാധനം കല്ലെല്ലാം കൊണ്ടുപോകാന്ന് വെച്ചിട്ട്. പക്ഷേങ്കിൽ ഇതിലൂട്ട നമ്മൾ റോഡിനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു വീട്ടിലേക്ക്. ഇതിലൂട്ട നമ്മൾ ഒരിക്കലും ലോഡും വണ്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചില്ല. ഇത്രയും വർഷം ഇത്രയും പ്രായം ഉണ്ടായിട്ട് ഇത്രയും എക്സ്പീരിയൻസിലെ ആളാന്ന്, ഇത്രയും കാലം ജീവിച്ച ആളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ടായില്ല എനക്കോ. അത് ചിന്തിക്കാനുള്ള ഇതുണ്ടായില്ല. എന്നാൽ പിന്നെ നിങ്ങളെങ്കിലും ഒന്ന് പറയാം. ഇതിലൂട്ട വണ്ടി എടുത്ത് പോയിട്ട് ഇത് പണ്ട് ഈ സൈഡിൽ, അതായത് ഇത് പാർട്ടീഷൻ കഴിഞ്ഞാരോ ഇവിടെ ഇങ്ങനെ കല്ല് നമ്മൾ കെട്ടിയതേനു. അന്നേരം സംഗീതേട്ടൻ പറഞ്ഞതാ, ഇതിലൂട്ട വണ്ടി പോയാൽ ഇത് അങ്ങോട്ടേക്ക് ഇടിയാൻ ചാൻസ് ഉണ്ട്. ഓൻ എടിയോ അങ്ങനെ വീട്ടിൽ കണ്ടിരുന്നത്. പിന്നെ നമുക്ക് എല്ലാവരും കൂടി ധൈര്യം തന്നിട്ട് നമ്മൾ വണ്ടി ഈലോട്ട് തന്നെ അങ്ങ് എടുത്തു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലോഡും വണ്ടി ഈലോട്ട് തന്നെയാണ് പോയത്. പക്ഷേ എന്താ ചെയ്യാന്ന് വെച്ചാൽ പണി കിട്ടി. കല്ല് അത് പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിൽ നിന്ന് കല്ല് അങ്ങോട്ടേക്ക് ഇളകി. അപ്പോൾ ഇന്ന് നമ്മൾ മാറ്റിയിട്ട് പുതിയ കല്ല് പിന്നെയും കെട്ടി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഉപദേശം അതാദ്യം തന്നെ അങ്ങോട്ട് കേൾക്കുക, എന്നിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങക്കെങ്കിലും ഒന്ന് പറയാം. വീട് പണിയെടുക്കാൻ റോഡില്ല അവസ്ഥയായി പോകും. വീട് സാധനം കൊണ്ടുവരുന്ന റോഡ് ഉണ്ട്, പക്ഷേ അതിലൂടെ പോയിട്ട് വേണം നമുക്ക് എത്താൻ. അത് പക്ഷേ വീടിന്റെ ബേക്കിലാണ് എത്തുക, അങ്ങ് ആ വീടിന്റെ ബേക്ക് സൈഡിൽ. അത് പക്ഷേ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാന്ന് വെച്ചിട്ട് തന്നെ തൽക്കാലത്തേക്ക് മാത്രമായിട്ട് ആക്കിയ സ്ഥലം റോഡേനും അപ്പുറത്തോട്ടി ഉള്ളത്. പക്ഷെ അതിലൂടെ ഇപ്പം വീടിന്റെ അത്രയും വരെ കല്ലെത്തൂല, സാധനങ്ങൾ എത്തൂല. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇതിലൂടെ തൽക്കാലം ഇതിലൂടെ പോകാന്നുള്ള ഇതിനകത്ത് എത്തിയത്. പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഇതിനിടക്ക് പോയത് മുതൽ സൈഡ് അങ്ങനെ ഇടിഞ്ഞ് കല്ലങ്ങോട്ടേക്ക് ഏകദേശം പറഞ്ഞു നിന്ന്, അതങ്ങനെ ലോഡും വണ്ടി വരുമ്പോൾ അത് അങ്ങനെ ആയി അങ്ങ് ഇടിഞ്ഞങ്ങ് പോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു വയ്ക്കാം. അപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ എന്നാലും മേലെ കുറച്ച് സ്ഥലമാക്കിയില്ല, അവിടെ നീക്കെടുത്തിട്ട്. അപ്പോൾ അവിടെ തന്നെ പോയിട്ട് ഇറക്കട്ട്, വേറെ രക്ഷയില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇതേപോലെ കല്ലിങ്ങനെ കെട്ടി, സൈഡ് കല്ല് കെട്ടി പൊന്തിച്ചിട്ടുള്ള കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്തോട്ട് മണ്ണിട്ട റോഡാണെങ്കിൽ വണ്ടി അതിലൂടെ കുറച്ച് വെയിറ്റുള്ള വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 90% അത് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി അറ്റത്തൂടെ പോകാണ്ട് പരമാവധി ഇപ്പുറത്തൂടെ പോകാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും ഓക്കെ, അറ്റത്തോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അത് ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളത് അത്രക്ക് അങ്ങോട്ടൊക്കെ വിചാരിച്ചില്ല, എന്നാലും അത് ഇടിഞ്ഞ് അല്ലേ. മഴക്കാലത്തിന് മുന്നേ വീടെടുത്ത് സായിച്ചാലേ ഇതിലൂടെ എങ്ങനെ കൊണ്ടുപോകും. അതാണ് മഴയത്തും മുൻപേ വീട്ടിൽ ഈ റോഡാക്കിയത് കാറും പിന്നെ ബൈക്കും പോകാൻ വേണ്ടി മാത്രമുള്ള റോഡാണത്. ചെറിയ വണ്ടി, ചെറിയ ചെറിയ ഗുഡ്സുകൾ അങ്ങനത്തെ, അല്ലെങ്കിൽ ചെറിയ നമ്മളെ സ്വന്തം വണ്ടികൾ അതെല്ലാം പോകാൻ പറ്റിയ മാത്രമുള്ള റോഡാണ്. കാരണം കുറച്ച് നല്ല ഒന്നര ആളെ ഹൈറ്റിൽ കല്ല് പൊന്തിച്ചതായതുകൊണ്ട് സൈഡ് അത്രേ പവറുള്ളൂ. അൻവീനെ കാണാത്തത് വേറെ നല്ല. അൻവി ഇതാ കളിക്കാൻ പോയി അപ്പുറത്ത്, ആടെ കളിക്കാൻ പോയിട്ടുണ്ട്. ഒച്ച കേൾക്കുന്നുണ്ട്. അൻവി വരാ, വാ. പാട്ട് പഠിച്ചാ ഈ വരുന്നതാണ് അൻവി. ഇതേപോലെ തന്നെ കളറുള്ള കുപ്പായ ഇട്ടിട്ട് നടക്കുന്ന ഇവനാണ് ദേവൂട്ടൻ. എല്ലാരും അൻവിന്റെ ഹായ് പറയൂ, ക്യാമറക്ക് ഹായ് പറയുന്നത്. അവന്റെ സ്വാഗതമൊന്നുമില്ല ഇന്ന് അൻവിന്റെ സ്വാഗതം സായിയപ്പം പറഞ്ഞു കേട്ടാ. എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം പറ. കൊറേ ആയില്ലേ ഇവന്റെ സ്വാഗതം കേട്ടിച്ചല്ലേ. ഇവന്റെ മുടിയെല്ലാം ഇങ്ങനെ പറ്റി നിൽക്കുന്നതാണ്. ഇത് വേർത്തിട്ട് തല ഇങ്ങനെ ഒട്ടിയതാണ് അല്ലേ. പിന്നെ ഇതിലും ഭീകരനായ ഒരുത്തനും കൂടി ഉണ്ട്. ഓൻ ഈ സമയത്ത് ഉറങ്ങലാന്ന്. ഓടുന്നുണ്ടാവും, ഞാൻ പിടിച്ച് ഉറക്കിയായിട്ട്. വീടിന്റെ നമ്മളെ മെയിൻ പാർപ്പിന്റെ ആയില്ലേട്ടാ, മെയിൻ പാർപ്പിന്റെ പണിയും കൂടി ഉണ്ട്. കാരണം അതിന് കുറേ സാധനങ്ങൾ ഇനി ഇറക്കാനില്ലേ, അത് ഇറക്കേണ്ട ടൈമിന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു സംഭവം പണി കിട്ടിയത്. അപ്പോൾ അതിന് ബേക്കിലോട്ട് ഇറക്കി ഇനി കുറച്ച് പണിയുണ്ട്. ബേക്കിലോട്ടെല്ലാം ഇറക്കിയിട്ടെല്ലാം ഇറക്കണം. കാരണം വീടിൻ്റെ അടുത്തേക്ക് ഇറക്കാൻ പറ്റൂല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇനി ബേക്കിലോട്ട് ഇറക്കണം. ഈ വണ്ടി വാങ്ങിയിട്ട് ദിവസം എത്രയായി എന്നറിയാം. പക്ഷെ ഇത് വേറെ ആയിട്ട് അൻവി ഇടക്കിടക്ക് ചോദിക്കും, എന്നെ ബൈക്ക് പഠിപ്പിച്ചു തരും. ഞാനൊക്കെ പഠിപ്പിക്കാനാവില്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഓന്റെ നിങ്ങൾക്കറിയാലോ ഞാൻ അത്ര എക്സ്പേർട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാക്കും കൂടി നമുക്ക് ഒരു സ്ഥലത്ത് റൂമെല്ലാം പറഞ്ഞ് സെറ്റ് ആയിട്ട് അവിടെ നിൽക്കാം. ഓനിപ്പോ ഇതാ സൈക്കിൾ ഓടിച്ച് തൃപ്തി അടയുന്നു.
ആ സൈക്കിൾ എടുത്തിട്ട് ഇപ്പൊ സൈക്കിൾ എടുത്തിട്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ? അതുപോലെയാണ് ഇവൻ ഇതും എടുത്താൽ പോകും. അതുകൊണ്ട് നമുക്ക് ഇവന് കൊടുക്കാൻ ഒരു ധൈര്യമില്ലാതെ. ഇത് ചെയ്യാനാ റൈഡിങ്ങിൽ ഭയങ്കര ഇതുള്ള ആളായി പോയില്ല, ആൾക്കാരായി പോയില്ല നമ്മളെല്ലാരും. അതുകൊണ്ടായിരിക്കും എല്ലാരും CCTVന്റെ ഇത് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇവരെ റൈഡിങ്ങിന്റെ പല പല ഇതുകളും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ പലതും കിട്ടും. ഇതിലൂട്ടതാ ഈ വഴി വരുന്നത്, ഈ വഴിയിലൂട്ടാ വണ്ടി എടുത്തിട്ട് വരുന്നത് നിങ്ങൾ കാണണം. ഒരിക്കൽ ചെരിഞ്ഞു പോവുകയും ചെയ്തു, ഒരിക്കൽ ചെരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ സമയവും വീട് നല്ല ഈ കുണ്ടും കുഴിയിലോട്ട് ഇങ്ങനെ മറ്റേ തിരമാല അടിക്കുന്ന പോലെ എല്ലാം വരുന്നതാണ്. ഞാൻ CCTVന്റെ കട്ട് ചെയ്തിട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അതും കൂടി പോയി ഇതൊക്കെയാ കണ്ടാ പിന്നെ സൗണ്ട് കേട്ടാ, ഇങ്ങനെ നല്ല സൗണ്ട് കേട്ടാ. ഇത് ഇടക്കിടക്ക് ഓണാക്കി വെച്ചിട്ടില്ലെങ്കിൽ വണ്ടീന്റെ ചിലപ്പോ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. കുറച്ച് ദിവസം ഓണാക്കാണ്ടെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം പെട്രോളും ഓയിലെല്ലാം മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടെല്ലാം എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഓണാക്കാണ്ട് വെച്ചാലും പ്രശ്നമാണ്. ഇത് ഓണാക്കിയാലും കണ്ട ഇതിന്റെ പുക കണ്ട, ഭയങ്കര പുകയാണ്. അകത്തുനിന്നാണെങ്കിൽ ഇത് ഓണാക്കാനല്ല, അതുകൊണ്ട് ഇവരോട് ഇത് ഓണാക്കി വെക്കാൻ പറയാനും പറ്റൂല, ഫുള്ള് പുകയായിട്ട് നിറയും. പിന്നെ ഇവനൊന്ന് ഓടിക്കാൻ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ എനിക്കെങ്കിൽ ഇത് എടുത്തിട്ട് പോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. മാത്രമല്ല മറ്റേ ജാക്കറ്റ് സാധനങ്ങളെല്ലാം ഇല്ല, മറ്റേ ജാക്കറ്റ് ഹെൽമെറ്റ് സാധനങ്ങളെല്ലാം ഇടാണ്ടൊന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെ കയറ്റാനും പറ്റൂല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അഥവാ ഇത് എടുക്കുമ്പോൾ ചെരിഞ്ഞ് വീണാലും ഒന്നും പറ്റാണ്ടിക്കല്ലേ. പിന്നെ മോനെ സൈക്കിളാണ് നിർത്തിയിട്ട് വന്നിനേ ദിവസം ചോദിക്കും ഇതൊന്നും എനിക്ക് ഓടിക്ക് പഠിപ്പിച്ചു. ഇത് പഠിക്കണ്ടെങ്കിൽ നീ ഇതാക്കണം, ഏത് കുപ്പായ ഇടണം. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയെല്ലാം ഉണ്ട്. ഹെൽമെറ്റ് എന്തായാലും പറ്റുമെങ്കിൽ ഞാൻ ഇവനൊന്ന് പഠിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഞാൻ ഇത് മെയിനായിട്ട് പറയാൻ കാരണം ഇത് നമ്മളെ ഈ റോഡിൻ്റെ ഈ ഒരു പ്രശ്നം, ഇങ്ങനത്തെ ഒരു സംഭവം എല്ലാവരും ഉണ്ടാവും. ഏകദേശം പെട്ടെന്ന് ഓർമ്മിക്കാണ്ട് ചിലപ്പോൾ നമ്മൾ ഈ സ്ഥലത്തോട്ട് ഓർമ്മിക്കാണ്ട് ഇതൊന്നും ഇടിവിലപ്പാന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകും. നമ്മളതുപോലെ വിചാരിച്ചിട്ടെടുത്താണ്, നല്ല ഉറച്ച സ്ഥലേനു. പക്ഷേ എങ്ങനെയായാലും തിങ്ങുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിരിക്കും. കാരണം ഇതിപ്പോൾ നമ്മൾ തിങ്ങിയപാട് തന്നെ നമ്മളത് മാറ്റി കെട്ടി. ഇതിപ്പോൾ അത് മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ പിന്നെയും വണ്ടി എടുത്തിട്ട് ചിലപ്പോൾ അത് അങ്ങനെ താണ് വണ്ടി അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ ഉപകാരമല്ല അല്ലേ, എന്നെ പോലെ ആയിരിക്കും പറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത് ബൈക്കായി ഓടിക്കാൻ പഠിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരാൾ ഇവിടെ തന്നെ നിന്നിട്ട് കളിക്കുന്നില്ല, അങ്ങ് പോകുന്നതാണ് അല്ലേ. നീ പഠിപ്പിച്ച തന്നെ. അപ്പം വേറെ ഒന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇനി വണ്ടി ഓടിക്കാൻ വിട്ടിട്ടില്ല എന്ന് വേണ്ട, രാത്രി സന്ധ്യയായി, എന്നിട്ട് വണ്ടി തന്നെയാണ് ഉള്ളത് കേട്ടാ. വാ 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 വാ, ആ അതന്നെ വാ വാ, ഓക്കെ വാ. അങ്ങനെ പഠിക്കുന്നുണ്ട്, അങ്ങനെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നുണ്ട് കേട്ടാ. സന്ധ്യയായി, ഇരുടായി, ഏകദേശം മഴയെല്ലാം പെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആ നമ്മളെ മുറ്റത്ത് തന്നെ ആയതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടാണ്ട്, ഞാൻ ഒന്നിച്ച് തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടാണ്ട് ഓടിക്കുന്നത് കേട്ടോ.